വൈശാലി വിള, വൈശാലി വിള. ടൗണിലൊന്നും കിട്ടില്ല, കോയമ്പത്തൂർന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈയോട്. ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ, എന്താ വേദനിച്ചോ? ഇല്ല. എന്താ വേണ്ടത്? കയ്യൊന്ന് ഒഴിഞ്ഞോട്ടെ, ഇപ്പൊ തരാട്ടോ. അവനിപ്പോ വരും അമ്മമ്മേ. പീടിയെ പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകിട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലയാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മയുണ്ടാവണം. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? നാരായണ എത്തിയില്ലോ. ആവോ, ഇപ്പൊ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. രണ്ടു കാലും ഉള്ളമാരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി. ആ ഇപ്പൊ നടക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ? സുഖം. കാലങ്ങനെ വിങ്ങുക. ഇങ്ങോട്ടിരുന്നത്. അമ്മമ്മ അവിടെ ഇരുന്നുള്ളൂ. അതെന്തിനാ അഴിക്കുന്നേ? അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനി? മുത്തശ്ശന് മുൻവരിയില് സ്വർണം കെട്ടിച്ച 4 വെപ്പ് വല്ലതും ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ടാ കിടക്കാറ്. ഇതും അവിടെ ഇരുന്നോട്ടെന്നേ. പകല് മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു. ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി വയ്യ. അമ്മേ, 60, 60, 30, 90. ഈ ഇരിക്കണത് കൂട്ടിയോ മോനെ? ഓഹോ, ഞാനത് വിട്ടുപോയി. അതാ കണക്ക് ശരിയാവേണ്ടിരുന്നത്. നാട്ടൊന്നും കിട്ടിയില്ലേടാ. നോട്ടൊക്കെ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ദാ ഇത് മുഴുവനും ലാഭം കിട്ടിയതാണോടാ? കച്ചവടം തുടങ്ങിയില്ലുള്ളൂ, ലാഭമൊക്കെ വരാൻ പോകുന്നുള്ളൂ. കുറെ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം. നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ. അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് ശരിക്കൊന്ന് ജീവിക്കാൻ. എന്തൊക്കെ ആശകളുണ്ടെന്നറിയോ മനസ്സിലെ? എന്തിനാ നേരത്ത് കളഞ്ഞേ? വെറുതെ പുലുവലാവും. ആരുടെ പഴന്തുണി? ആരാ ഇവിടെ എങ്ങനെയൊക്കെ വൃത്തികേടാക്കിട്ടിരിക്കുന്നത്? അതാ അപ്പൂട്ടിയാ. ആരായാലും എന്താ, ഒരു കടയുടെ ഉമ്മറത്താണോ അതൊക്കെ കൊണ്ടിടുന്നത്? കണ്ടോ, ഇവിടെയൊക്കെ വൃത്തികേടാക്കിട്ടിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമല്ലേ ഇത്? ഏതായാലും അവൻ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടില്ലേ പ്രശ്നമാവും. സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല.
എന്തേ എന്താ വേണ്ടത്? 1.5 കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇപ്പൊ വേണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ നീ എടുത്തു കളയും അല്ലേടാ? അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ടാ, ചെന്നെടുത്തോണ്ടാ. എന്താടാ നീ തൊടാൻ എത്ര മടി? ആ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. വലിയ മിടുക്ക് കാണിച്ചാലുണ്ടല്ലോ, ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും. ഒരു പട്ടി അപ്പൂട്ടോട് ചോദിക്കത്തില്ല, മനസ്സിലാവടാ? ഒരു പാക്കറ്റ് സിസറ എടുത്തേ. തീപ്പം വേണ്ട. പീടി സേത്ത് മുറുക്കാൻ തണുത്ത സോഡ കുടിച്ചു പോവാം. തണുത്ത സോഡ കുടിച്ചു പോവാം കേട്ടോ. ശീതപാനീയങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. മനസ്സും ശരീരവും തണുപ്പിക്കാം. പീടി സേത്ത് മുറുക്കാൻ നാരങ്ങ വെള്ളം, തണുത്ത സോഡ, തണുത്ത നാരങ്ങ വെള്ളം, തണുത്ത നാരങ്ങ വെള്ളം, തണുത്ത സോഡ, തണുത്ത സോഡ, നാരങ്ങ വെള്ളം, സോഡ, നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം, സോഡ, തണുത്ത സോഡ കുടിച്ചു പോവാം. സോഡ, നാരങ്ങ വെള്ളം, സോഡ, നാരങ്ങ വെള്ളം, വീട് സിഗരറ്റ് മുറുക്കാൻ നാരങ്ങ വെള്ളം. മധുരം മുറുകി പോവാം കേട്ടോ. ഓറഞ്ച് മധുരം. പുതിയ കൺമിഷൻ ചാർത്തൊക്കെ വന്നിട്ടുണ്ട്, നോക്കണോ? വേണ്ട. ഇല്ലേ, കരിമണിമാലയുണ്ട്, ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ, 36 ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ? കുമാരേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ ഗ്രേപ്സ് ആയിക്കോട്ടെ, കളറ് വെക്കാൻ നല്ലതാ. ചെട്ടിയാരെ, ഏതാ കുട്ടി? എന്താ പിടിച്ചെടുക്കണോന്ന് എനക്ക്? അങ്ങനെയൊന്നുമില്ല. ആ കുമാറിനെ പോലെ വരവും പോവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക്. ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക്, എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം. മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. അയ്യോ, സോറി.
അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരണ്ട ജീവിതങ്ങൾ. ഈ ആഴ്ചത്തെ വായിച്ചോ? ഇല്ല. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. ഇതെന്താ തുറന്നു നോക്ക്. കുമാറാ, ആ? അത് ഫ്രിഡ്ജായിരിക്കും. ഫ്രിഡ്ജോ? എടോ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാരി പോലൊരു സാധനമാണ്. ഇതിനൊരു എലിക്കൂടിന്റെ വലിപ്പമേ ഉള്ളൂ. എന്നാ എളിക്കൂടായിരിക്കും. എല്ലാരും ഇങ്ങോട്ട് തന്നെ കണ്ണും തുറച്ച് നോക്കിയേക്കുക. നിന്നോട്ടെ, നമുക്കെന്താ? എന്നാലും എന്തിനാ അത്ര കുശുമ്പ്? കുശുമ്പല്ല, ഈ അസുഖത്തിന്റെ പേര് വേറെയാ. ഓൺ ചെയ്ത് നോക്ക്. ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ. മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ജപ്തി ചെയ്തോണ്ട് പോവും. എന്റെ ശമ്പളത്തിൽ നിന്നാ പിടിക്കുക. പിടിക്കട്ടെ, ശമ്പളക്കാരിയല്ലേ, ഞാൻ കാശൊന്നും തരില്ല. ഇവന്റെ പണി പൂട്ടി കുമാറാ. എനിക്ക് വേണ്ട, തന്നെത്താൻ കഴിച്ചാ മതി. അത് പറ്റില്ല, ഉദ്ഘാടനം ശ്രീദേവി തന്നെ നിർവഹിക്കണം. ദേ, അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവിയനല്ലേ കുറച്ചും മുമ്പ് പറഞ്ഞത്. എനിക്കിത് ഇയാളെ ഒരു തൊലി കാണുമ്പോഴാ വായി പല്ലുമില്ല. എന്റെ കുമാറാ, നീ ഒരു കല്യാണം കഴിക്ക്, അപ്പൊ നിന്റെ ഈ അസുഖം ഒക്കെ മാറി കിട്ടും. കുറെ നേരമായി. നീ നേരാവാൻ പോണില്ല. വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും. ഏയ്, എന്താ? എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നെന്ന്? കരച്ചിൽ നിർത്താൻ. അന്നാ ഓടക്കുഴല് വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിലെന്തോ മറുമായം ഉണ്ടെന്ന്. ഇങ്ങോട്ട് കൊണ്ടാ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ അമ്മേ. എന്ത് കാണുന്നില്ലെന്ന് നീ പറയുന്നത്?
ഏത് അഴിഞ്ഞാട്ടക്കാരി പെണ്ണാടാ നിനക്ക് മാക്സി വാങ്ങിച്ചു തന്നത്? മാക്സി ആ എന്ത് കുന്തോങ്കിലും ആവട്ടെ. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. നോണ പറയണടാ. നാട്ടുകാര് മുഴുവൻ പാട്ടയും കൂട്ടി പറഞ്ഞു നടക്കണു. ഞാൻ നുണ പറയൂ അമ്മേ? ദേ എന്റെ ഈ 3 അമ്മമാരാണ് സത്യം. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. കള്ള സത്യാണോടാ, തല കൊട്ടി തെറിക്കും. ഹോ, ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് സത്യം സത്യം സത്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, എന്റെ മോൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന്. നമ്മൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്. നാരായണ, കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കുമോനെ. എന്റെ ഗുരുവായൂരപ്പ, നേരല്ലാതെ മറ്റൊന്നും ഈ നാരായണൻകുട്ടി പറഞ്ഞിട്ടില്ലേ? പിന്നെ ഗുരുവായൂർക്ക് പോണെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും? നമുക്ക് മറ്റന്നാ പോവാം. നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? മുത്തശ്ശി, നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചുവോ? നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലൊരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവ് അങ്ങാടിയില് കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ, ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവെട്ട മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. ഇതാരാ? കുട്ടിയുടെ അമ്മമ്മേ? അമ്മ 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 പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരെ സഹോദരി. എത്ര ദിവസം ഉണ്ടാവൂടെ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞ പോലെ എവിടെയാ താമസിക്കണേ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നേ. എന്ന് തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. ശരി. അമ്മ വന്നേ.